2026 ഏപ്രിൽ 13 ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നിർണായകമായൊരു IPL 2026 മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 57 റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ വിജയത്തിൽ നിർണായകമായത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പുതുമുഖ പേസർമാരായ സാക്കിബ് ഹുസൈന്റെയും പ്രഫുൽ ഹിൻഡിയുടെയും തകർപ്പൻ പ്രകടനങ്ങളായിരുന്നു. രാജസ്ഥാന്റെ പതനത്തിൽ ഇരുവരുടെയും കൂട്ടായ പ്രകടനം പ്രധാന പങ്കുവഹിച്ചു. മാർച്ച് 28-ന് ആരംഭിച്ചതും 74 മത്സരങ്ങളിലായി 10 ടീമുകൾ ചാമ്പ്യൻഷിപ്പിനായി പോരാടുന്നതുമായ വാശിയേറിയ IPL 2026 സീസണിൽ സൺറൈസേഴ്സിന്റെ ഒരു വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ ഉജ്ജ്വല വിജയം. ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങൾ ഇതിനോടകം തന്നെ വലിയ ആവേശവും അപ്രതീക്ഷിത വഴിത്തിരിവുകളും സമ്മാനിച്ചു കഴിഞ്ഞു. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. എത്രയും പെട്ടെന്ന് തന്ത്രങ്ങൾ മാറ്റിച്ചിന്തിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. ഇരു ടീമുകൾക്കും ശക്തമായ കളിക്കാരുള്ളതുകൊണ്ടും IPL എന്നും ആവേശകരമായ മത്സരങ്ങൾക്ക് പേരുകേട്ടതായതുകൊണ്ടും വലിയ പ്രതീക്ഷകളോടെയാണ് കളി തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ടം മുതൽ കളിയുടെ ഗതിയും വേഗവും നിയന്ത്രിച്ച് അവസാനം ശ്രദ്ധ നേടിയത് ഹൈദരാബാദ് ബോളർമാരുടെ അസാമാന്യമായ കഴിവും കൃത്യതയുമാണ്. സൺറൈസേഴ്സിന്റെ സ്വന്തം തട്ടകമായ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ആവേശകരമായ അന്തരീക്ഷം ഈ അവിസ്മരണീയമായ മത്സരത്തിന് മികച്ച പശ്ചാത്തലമൊരുക്കി. ആരാധകർക്ക് ഗംഭീരമായ ഒരു ക്രിക്കറ്റ് പ്രകടനം കാണാൻ സാധിച്ചു. ഈ ജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പോയിന്റ് പട്ടികയിൽ നിർണായകമായ പോയിന്റുകൾ നൽകിയെന്ന് മാത്രമല്ല, ടീമിന് വലിയൊരു ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. പുതിയൊരു ഉണർവും ആവേശവും നൽകി ഈ സീസണിൽ മുന്നോട്ടു പോകാൻ ഇത് അവർക്ക് കരുത്താകും. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ തിളക്കമാർന്ന വിജയം ഒരു കൂട്ടായ ടീം പ്രകടനത്തിന്റെ ഭാഗമാണ്. അവരുടെ ബാറ്റിംഗ് കരുത്തും ശക്തമായ പുതിയ ബൌളിംഗ് നിരയും ഇതിലൂടെ വ്യക്തമായി. ഈ മത്സരത്തിലെ ബാറ്റിംഗ് പ്രകടനത്തിന്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ടീമിന്റെ തന്ത്രം എപ്പോഴും വെടിക്കെട്ട് തുടക്കങ്ങൾക്കും മധ്യനിരയിലെ തകർപ്പൻ പ്രകടനങ്ങൾക്കും ഊന്നൽ നൽകുന്നു. ട്രാവിസ് ഹെഡ്, ശക്തനായ ഹെൻറിച്ച് ക്ലാസൻ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര താരങ്ങളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഹെൻറിച്ച് ക്ലാസനെ IPL 2026 സൺറൈസേഴ്സ് ഹൈദരാബാദ് 23 കോടി രൂപ മുടക്കി നിലനിർത്തിയത് മധ്യനിരയിലെ ഒരു എൻഫോഴ്സറായും മികച്ച ഫിനിഷറായും അദ്ദേഹത്തിന്റെ നിർണായക പങ്ക് വ്യക്തമാക്കുന്നു. CEO കാവ്യമാരന്റെ സമർത്ഥമായ നേതൃത്വത്തിൽ ടീം മാനേജ്മെന്റ് എപ്പോഴും കിരീടം നേടാൻ കഴിവുള്ള ഒരു ശക്തമായ ടീമിനെ വാർത്തെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. IPL 2026 പാറ്റ് കമ്മിൻസ് പരിക്കിൽ നിന്ന് മുക്തനാകുന്നതുവരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താൽക്കാലിക ക്യാപ്റ്റനായിരുന്ന ഇഷാൻ കിഷൻ ഈ സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിൽ ടീമിനെ വളരെ ഫലപ്രദമായി നയിച്ചു. നിലവിലെ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ കൃത്യമായ ആസൂത്രണത്തിന്റെയും തന്ത്രപരമായ നിക്ഷേപങ്ങളുടെയും തെളിവാണ് ഈ വിജയം. SRHന് ലഭിച്ച ഈ ആദ്യകാല വിജയം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും IPL 2026 ഒരു ശക്തമായ എതിരാളിയായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും തീർച്ചയായും സഹായിക്കും. മറുവശത്ത് രാജസ്ഥാൻ റോയൽസിന് ഒരു വെല്ലുവിളി നിറഞ്ഞ ദിവസമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആക്രമണോത്സുകമായ ബൌളിംഗിനെ നേരിടാൻ അവരുടെ ബാറ്റിംഗ് നിര നന്നായി ബുദ്ധിമുട്ടി. ചേസിംഗിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് കനത്ത തിരിച്ചടിയേറ്റു. മികച്ച ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ അരങ്ങേറ്റക്കാരനായ സാക്കിബ് ഹുസൈൻ പുറത്താക്കിയത് ഇന്നിംഗ്സിന് ഒരു ബുദ്ധിമുട്ടേറിയ തുടക്കമായി. ദീർഘകാല നായകനായിരുന്ന സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതോടെ 2026 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് റിയാൻ പരാഗാണ്. 2024 റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും 2025 രണ്ടാമതുമെത്തിയ ഓൾറൗണ്ടറായ റിയാൻ പരാഗ് നയിക്കുന്നത് പ്രതിഭാധനരായ താരങ്ങളുള്ള വലിയ പ്രതീക്ഷകളുള്ള ഒരു ടീമിനെയാണ്. ഈ മത്സരം ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ലുവാൻ ഡ്രെ പ്രിട്ടോറിയസിനും പ്രധാനപ്പെട്ടതായിരുന്നു. 2025 IPL അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹത്തെ 2026 സീസണിലേക്ക് റോയൽസ് നിലനിർത്തിയിരുന്നു. 2025 അരങ്ങേറ്റ ടെസ്റ്റിൽ ചരിത്രപരമായ ഒരു സെഞ്ചുറി നേടിയതുൾപ്പെടെ മികച്ച അന്താരാഷ്ട്ര കരിയർ ഉണ്ടായിരുന്നിട്ടും റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലെ മിക്കവരെയും പോലെ പ്രിട്ടോറിയസിനും ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രകടനം ഒരു IPL സീസൺ ഓപ്പണറിലെ കടുത്ത സമ്മർദ്ദവും പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു, പ്രത്യേകിച്ചും പുതിയ കരുത്ത് നേടിയ ഒരു എതിരാളിയെ നേരിടുമ്പോൾ. മത്സരത്തിലെ പ്രധാന ആകർഷണം തീർച്ചയായും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവ ഫാസ്റ്റ് ബൌളർമാരായ ഷാക്കിബ് ഹുസൈന്റെയും പ്രഫുൽ ഹിൻഡിയുടെയും ഗംഭീര അരങ്ങേറ്റം തന്നെയായിരുന്നു. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ നിന്നുള്ള 21-കാരനായ ഇന്ത്യൻ ഓൾറൗണ്ടർ ഷാക്കിബ് ഹുസൈൻ തന്റെ IPL അരങ്ങേറ്റത്തിൽ വെറും 24 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി തകർപ്പൻ വേഗവും ആക്രമണോത്സുകമായ ശൈലിയും പുറത്തെടുത്തു. രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന ബാറ്റ്സ്മാനായ യശസ്വി ജയ്സ്വാളിന്റെ നിർണായക വിക്കറ്റ് ഉൾപ്പെടെയായിരുന്നു ഷാക്കിബിന്റെ പ്രകടനം. ഇത് SRHന്റെ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ബീഹാറിന്റെ ക്രിക്കറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് IPL വേദിയിലേക്ക് ഷാക്കിബ് എത്തിയ ഈ യാത്ര രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കഴിവിട്ട കളിക്കാരെ കണ്ടെത്താനുള്ള ലീഗിന്റെ കഴിവിനെ അടിവരയിടുന്നു. പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഓൾറൗണ്ടറായ പ്രഫുൽ ഹിൻഡിയും തന്റെ IPL അരങ്ങേറ്റത്തിൽ ഉടനടി സ്വാധീനം ചെലുത്തി. 34 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ നേടി പ്രഫുലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അരങ്ങേറ്റത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് 8 വിക്കറ്റുകൾ വീഴ്ത്തിയത് ഒരു അപൂർവ നേട്ടമാണ്. ഇത് മത്സരത്തിന്റെ ഗതി സൺറൈസേഴ്സ് ഹൈദരാബാദിന് അനുകൂലമാക്കി പൂർണ്ണമായി മാറ്റിമറിച്ചു. ദേശീയ ടീമിൽ കളിക്കാത്ത യുവതാരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള മികച്ച പ്രകടനങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ പ്രതിഭകൾ എത്രത്തോളമുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച T20 ലീഗായ IPL പോലുള്ള ഒരു ഉയർന്ന സമ്മർദ്ദമുള്ള വേദിയിൽ അവർക്ക് ഒറ്റരാത്രി കൊണ്ട് താരങ്ങളായി മാറാൻ കഴിയുമെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ അരങ്ങേറ്റക്കാരുടെ ഈ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മികച്ച സ്കൗട്ടിംഗ്, ഡെവലപ്മെന്റ് തന്ത്രങ്ങളുടെ വ്യക്തമായ സൂചനയാണ്. പുതുതായി വന്ന പേസർമാരുടെ തകർപ്പൻ പ്രകടനത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കിട്ടിയ ഈ വലിയ വിജയം IPL 2026 പോയിന്റ് ടേബിളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ സംശയമില്ല. ഇഷാൻ കിഷൻ എന്ന താൽക്കാലിക നായകന് കീഴിൽ SRHന് കിട്ടിയ ഈ നിർണായക വിജയം അവരുടെ ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്.
കൂടാതെ മുന്നോട്ടുള്ള കളികൾക്ക് ഒരു മികച്ച അടിത്തറ നൽകാനും ഇതിന് കഴിഞ്ഞു. എന്നാൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് സീസണിന്റെ തുടക്കത്തിലെ ഈ തോൽവി അത്ര വലിയ തിരിച്ചടിയൊന്നുമല്ല. പക്ഷേ അവരുടെ തന്ത്രങ്ങൾ, പ്രത്യേകിച്ച് കൃത്യതയുള്ള പേസ് ബൌളിംഗിനെതിരെ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു ഗൗരവമായ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. ഈ കളി ഐപിഎല്ലിൽ യുവതാരങ്ങളുടെ വളർച്ച എത്രത്തോളം പ്രധാനമാണെന്നും തുടർച്ചയായി അത് നടക്കുന്നുണ്ടെന്നും ഒരിക്കൽ കൂടി അടിവരയിട്ടു. സാക്കിബ് ഹുസൈൻ, പ്രഫുൽ ഹിംഗെ, ലുവാൻ ഡ്രെ പ്രറ്റോറിയസ് തുടങ്ങിയ യുവതാരങ്ങൾ വലിയ വേദികളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച് തയ്യാറാണെന്ന് കാണിച്ചു. ഈ വാഗ്ദാനങ്ങളായ കളിക്കാർ ലീഗിന് പുതിയൊരു ആവേശം നൽകുന്നു എന്നതിൽ സംശയമില്ല. സീസൺ മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ പ്രവചനാതീതവും ആകർഷകവുമായ മത്സരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. IPL 2026 മുന്നോട്ടു പോകുമ്പോൾ വ്യക്തിഗത മികവും ടീമിന്റെ തന്ത്രങ്ങളും എല്ലാം